ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത മനസ്സിലൂടെ കടന്നു പോയപ്പോൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു വേദവാക്യം എടുത്തിരിക്കുകയാണ്. സ്തോത്രം. അത് ഇപ്രകാരമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 37-38 വാക്യങ്ങൾ. അത് ഇപ്രകാരം പറയുന്നു: അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞിട്ട് എല്ലാം എന്ന് പറയുന്നുണ്ട്. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ മാത്രമല്ല, ശിഷ്യന്മാരുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സകല ശിഷ്യന്മാരെയും എല്ലാം കർത്താവ് ചെയ്ത വീരപ്രവൃത്തികളെ ഓർത്തിട്ട് അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. അപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി. അത് പറയുന്നത് ചെറിയ വാക്കിലല്ല, അത്യുച്ചത്തിൽ. കാരണം ശിഷ്യന്മാരുടെ കൂട്ടം അപ്രകാരം ചെയ്തുവെങ്കിൽ ഒരു പുതിയ നിയമ വിശ്വാസിയായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത് സന്തോഷത്തോടുകൂടെ അല്ല, ഉച്ചത്തിൽ മഹത്വം അർപ്പിക്കണം. നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലേ നമ്മുടെ സ്വരം ഉയർന്നു വരികയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഭാരവും പ്രയാസവും നീങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്രകാരം ഉച്ചത്തിൽ സ്തുതിക്കുവാനോ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുവാനോ കഴിയുകയില്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ എല്ലാവർക്കും ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുവാൻ കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഇനി ശിഷ്യരല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തില്ല എന്ന് കടന്നു വന്നേക്കാം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്കും നല്ലൊരു അനുഭവം ദൈവത്തിന് ലഭിക്കുമ്പോൾ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം ദൈവത്തെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ദൈവം ആരാണെന്നും 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ സർവശക്തനായ ദൈവം കടന്നു വരാമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. കൂടി വരുന്ന ഇടത്ത് ദൈവിക സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ അതുപോലും ചിന്തിക്കാൻ കഴിയാതെ ആലയത്തിൽ കടന്നു വരികയും മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തെ മഹത്വം അർപ്പിക്കണം. ആലയത്തിൽ കടന്നു ചെല്ലുമ്പോഴാണെങ്കിലും 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിട്ട് നാം ദൈവത്തെ ആരാധിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ സംഭവം യേശുവിൻ്റെ കാലത്ത് നടക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ അവരെ ശാസിക്കുന്നുണ്ട്. യേശുവിനോട് പറയുന്ന കാര്യമാണ് അതിൻ്റെ 39-ാമത്തെ വാക്യം. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിൻ്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. കാരണം ഒരു കൂട്ടം ആളുകൾക്ക് യേശു ചെയ്ത വീര്യപ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ശിഷ്യന്മാരുടെ കൂട്ടം കർത്താവിനെ മഹത്വപ്പെടുന്നത് കണ്ടപ്പോൾ പരീശന്മാരിൽ കുറച്ച് പേര് പറയുക, അവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കുക എന്ന്. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, അതിൻ്റെ 40-ാമത്തെ വാക്യം. അതിന് അവൻ, കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുരുഷാരത്തിൽ ചില പരീശന്മാർ യേശുവിനോട് ചെന്ന് പരാതി പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരെ വിലക്ക്, അവരോടൊന്ന് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കുക, എന്തിനാണ് അവരിങ്ങനെ ഉച്ചത്തിൽ ആർത്ത് ഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് അവരെ വെറുപ്പിക്കേണ്ട, പരീശന്മാർ പറയുന്ന ചില നല്ല കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് യേശു ശിഷ്യന്മാരോട് നിർത്താൻ പറഞ്ഞില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക, ശബ്ദമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ കല്ലുകൾ ആർത്ത് വിളിക്കും, കല്ലുകൾ ആർത്ത് വിളിക്കും. സർവശക്തനായ ദൈവമാണ് കടന്നു വരുന്നത്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ അറിയാതെ, ദൈവം എന്താണെന്ന് പോലും അറിയാതെ, എന്തിനാണ് ദൈവം ഭൂമിയിൽ വന്നെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെന്നും ദൈവമക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉച്ചത്തിൽ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയെല്ലാം കൈയടിച്ച് മഹത്വപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇതിനൊക്കെ ഞങ്ങൾക്കൊരു മറുപടി തരാനേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, അന്ന് യേശുക്രിസ്തു നിങ്ങൾ ശബ്ദം ഉയർത്തേണ്ട, പതിയെ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കുക, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന ദൈവമക്കളായ ഞാനും നിങ്ങളും പതിയെ സ്തുതിക്കുകയുള്ളായിരുന്നു.
പക്ഷേ യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചില്ല. ശിഷ്യന്മാരോട് വേറെ ഒന്നും മറുത്തു പറഞ്ഞില്ല. പുരുഷാരെ തിരിച്ചാൽ പരീശന്മാർ യേശുവിനോട് പരാതി പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളുടെ കണക്കൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം ഒന്ന് ചോദിക്കുക, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തിട്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോടും കാലം എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ട തക്ക മഹത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആരാധിക്കുന്നുണ്ടോ, ആരാധിക്കുന്നോ ഇല്ലോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെ വായിക്കുമ്പോൾ അവിടെ ചില സൗഖ്യം ലഭിക്കുന്ന കാര്യങ്ങളെ കാണാൻ സാധിക്കും. അതിൻ്റെ വാക്യപ്രകാരമാണ്: അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശുനാഥ, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിപ്പിനെന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഇവിടെ 10 കുഷ്ഠരോഗികളുടെ ഒരു കാര്യം യേശുവിൻ്റെ ജീവിതകാലത്ത് നടന്നിട്ടുണ്ട്. അവിടെ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ അവർ ഉച്ചത്തിൽ നിലവിളിക്കുക, യേശുനാഥ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവരുടെ ആവശ്യം എന്താണെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് അവരോട് പറയുക, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പിൻ. ആ കാലത്ത് പുരോഹിതന്മാരെന്ന് വെച്ചാൽ പുരോഹിതന്മാർക്ക് നല്ല പവറാണ്. അവർ അനുവാദം കൊടുത്താൽ അവർക്ക് ഇപ്പോൾ ഈ കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. നമ്മൾ ഈ കൊറോണ വന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്നു, നമ്മുടെ ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ, സാമൂഹിക അകലം പാലിക്കണം, ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള രീതി തന്നെ ചില വേർപെട്ട അനുഭവത്തിൽ ഈ കുഷ്ഠം സംഭവിച്ചിട്ട് സമൂഹത്തിൽ നിൽക്കാൻ കഴിയില്ല. 4 പേര് കൂടുന്നിടത്ത് കടന്നു വരാൻ കഴിയില്ല, കുടുംബത്തിൽ താമസിക്കാൻ കഴിയില്ല. ഇങ്ങനെ കുഷ്ഠരോഗികൾ മാത്രം ഒരുമിച്ച് താമസിക്കണം, അങ്ങനെ ഒരു അനുഭവത്തിൽ. അപ്പോൾ ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ പോകണം, ഇവരുടെ മക്കളെ കാണണം, കുടുംബത്തിലുള്ളവരെ കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ആവശ്യം കർത്താവ് മനസ്സിലാക്കിയിട്ട് അവർ പറയുക, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പിൻ. ആ കാലത്ത് പുരോഹിതന്മാർ ഉറപ്പ് തന്നെ, നിനക്ക് കുഷ്ഠമില്ല, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം, ഇനി നിൻ്റെ ചാർച്ചക്കാരുമായി ബന്ധുക്കാരുമായി നിനക്ക് വേണ്ട രീതിയിൽ ജീവിക്കാം എന്ന് പറഞ്ഞ അനുവാദം കൊടുത്താൽ പിന്നെ ഒരുത്തനും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതാണ് അന്നത്തെ പുരോഹിതന്മാരുടെ പവർ എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിപ്പിൻ. പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. അതിൽ ഒരുവൻ അവന് സൗഖ്യം വന്നത് കണ്ടിട്ട്, ആ വാക്യപ്രകാരം പറയുന്നു, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. അപ്പോൾ 10 പേര് സൗഖ്യമായി തീർന്നിട്ട് ഒരു വ്യക്തി മടങ്ങി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് കർത്താവിനോട് നന്ദി പറയുകയാണ്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ, ഈ മഹത്വം അർപ്പിക്കാൻ മടങ്ങി വന്നവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം. 10 പേർ ശുദ്ധരായി തീർന്നതിൽ ഒരു വ്യക്തി മാത്രമാണ് അന്യജാതിക്കാരനുണ്ടായിരുന്നത്. ബാക്കി 9 പേരും ന്യായപ്രമാണം അറിയാവുന്ന, വചനം അറിയാകുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ അവരാരും മടങ്ങി വന്നില്ല, നന്ദി പറയാൻ അവരാരും കടന്നു വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ന്യായപ്രമാണം അറിയാത്ത, ദൈവത്തെ നേരവണ്ണം അറിയാത്ത ഒരു അന്യജാതിക്കാരൻ മടങ്ങി വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവരായി തീരണം. ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. കാരണം ഈ അന്യജാതിക്കാരൻ ചെയ്തതുപോലെ തനിക്ക് സൗഖ്യം വന്ന് കണ്ടിട്ട് മടങ്ങി വന്ന് അവൻ യേശുവിനോട് നന്ദി പറഞ്ഞു. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബാക്കി 9 പേർ എവിടെ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ ഞാനും നിങ്ങളും ഇന്ന് അന്ധകാരത്തിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ ഓരോരുത്തരെയും. ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു ജീവിതമായിരുന്നു നമ്മളിലുണ്ടായിരുന്നത്. വചനപ്രകാരം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ട് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ മാറ്റിയിട്ട് നാം ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തില്ലെങ്കിൽ ദൈവം ആ 9 പേരെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ നന്ദി പറയാതെ മടങ്ങി വരാതിരുന്ന ആ 9 പേരെ എങ്ങനെയാണോ ദൈവം കാണുന്നത് അതുപോലെ തന്നെ ദൈവം നമ്മയും കാണും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടോ നാം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കരുത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നാം തക്ക മഹത്വം അർപ്പിക്കുന്നവരായി തീരണം. ഇവിടെ കുഷ്ഠരോഗിക്കാരന് ഹല്ലേലൂയ അവിടെ സൗഖ്യം വന്ന് കണ്ടിട്ട് അവൻ മടങ്ങി വന്നു. വചനപ്രകാരം പറയുന്നു, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന്
അങ്ങനെ അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു അന്യജാതിക്കാരൻ, ആമേൻ, ന്യായപ്രമാണം അറിയാത്ത ഒരു അന്യജാതിക്കാരൻ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിൻ്റെ പൈതലായി തീർന്ന, രാജകീയ പുരോഹിതവർഗമായി തീർന്ന ഞാനും നിങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളെ ഓർത്തുകൊണ്ട് ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുന്നത് കാണുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണം അറിയുന്ന പല പുരോഹിതന്മാരെല്ലാം വന്ന് എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ ദൈവത്തിന് ചെവി ഇട്ടൂടെ, ദൈവത്തിന് ചെവി കേൾക്കാതിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പതുക്കെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ടിട്ട് നാം ദൈവത്തെ മഹത്വം അർപ്പിക്കുന്നത് നിർത്തിക്കളയരുത്. ഉച്ചത്തിൽ മഹത്വം അർപ്പിക്കണം. കർത്താവ് യേശു ക്രിസ്തു അവരോട് പരാതി പറഞ്ഞ പരീശന്മാരോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഇന്ന് യേശുവിൻ്റെ കാലത്ത് അപ്രകാരമായിരുന്നുവെങ്കിൽ, അപ്രകാരം ചില പരീശന്മാരുണ്ടായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ 2024 ഈ കാലഘട്ടത്തിലും അപ്രകാരമുള്ള പരീശന്മാരുടെ എണ്ണത്തിന് കുറവല്ല, കൂടുതലാണ്. ഇന്ന് ന്യായം പറയാനും അതിനെല്ലാം വിവരിക്കാനും ഒരുപാട് ആളുകൾ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിൽ അവരുടെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടു പോകരുത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തിരിക്കണം. ഇനി വീര്യപ്രവർത്തികൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മഹത്വം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ വീര്യപ്രവർത്തികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നശിച്ചു പോകാമെന്ന മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവിനെ യോഗ്യരാക്കി, അന്ത സ്വർഗ്ഗരാജ്യത്തിൻ്റെ യോഗ്യരാക്കി നമ്മെ തീർത്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.